India's largest cryptocurrency exchange ആയിട്ടുള്ള വാസരക്സ്, the world's largest cryptocurrency exchange ആയിട്ടുള്ള ബിനാൻസ് എന്നുള്ള ഈ രണ്ട് എക്സ്ചേഞ്ചിലും ഇതുവരെയായിട്ടും അക്കൗണ്ട് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് ഉണ്ടാക്കുക. ഈ രണ്ട് എക്സ്ചേഞ്ചിലും എങ്ങനെ പിയർ ടു പിയർ വഴി ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്വന്തം കയ്യിലുള്ള ഫണ്ട്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കുറച്ച് മൈനിങ് ചെയ്തിട്ട് ഫണ്ട് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൊബൈൽ മൈനിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്രിപ്റ്റോ കറൻസി മേഖലയിൽ മൈനിങ് പോലെ തന്നെ ഫ്രീ മണി കിട്ടുന്ന ഒരു മേഖലയാണ് എയർഡ്രോപ്പ്. എയർഡ്രോപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതുവരെയായിട്ടും ഈ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. ഇപ്പോൾ എയർഡ്രോപ്പ് കൂടുതലും ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്നുള്ള ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ബിനാൻസ് സ്മാർട്ട് ചെയിനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എയർഡ്രോപ്സ് സൂക്ഷിച്ചു വെക്കാൻ എക്സ്ചേഞ്ചിന് പുറമെ നമുക്ക് വാലറ്റ്സ് വേണം. ഏറ്റവും നല്ല രണ്ട് വാലറ്റ്, ഒന്ന് മെറ്റാമാസ്ക് ആണ്, അതുപോലെ ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ ആയിട്ടുള്ള 2000 CIN ടോക്കൺസ് ഫ്രീ ആയിട്ട് എയർഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വാലറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ അതുപോലുള്ള ക്രിപ്റ്റോ കറൻസീസ് ഹോൾഡ് ചെയ്ത് വെക്കാം. KYC അതുപോലെ ഈ വേരിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ അതൊന്നും അതിന് ആവശ്യമില്ല. ഏത് ക്രിപ്റ്റോ കറൻസി വേണമെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. ട്രസ്റ്റ് വാലറ്റിൽ കയറി ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പോളിസിയും കാര്യങ്ങളും വായിച്ചു നോക്കിയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ റിക്കവറി വേർഡ്സ് സീഡ് ഫ്രൈസ് നമ്മളെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണം, എന്നാലേ ഉള്ളൂ ഇത് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിന്യൂ എന്ന് കൊടുത്തു. ഇവിടെ പ്രൈവസി ഇഷ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ സീഡ് ഫ്രൈസ്. റിക്കവറി ഫ്രൈസും അതുപോലെ QR കോഡും നമ്മൾ കോപ്പി ചെയ്തിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇങ്ങനെ വെരിഫൈ റിക്കവറി ഫ്രൈസ് എന്ന് വരും. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ഭാഗത്ത് കയറിയിട്ട് അതൊന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വെൽ ഡൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വാലറ്റ് ആയിട്ടുണ്ട്. ഡൺ എന്ന് കൊടുത്തു, എനേബിൾ എന്ന് കൊടുത്തു. ഇതിൽ നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാം, സ്റ്റോർ ചെയ്യാം, മറ്റുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് റിസീവ് ചെയ്യാം. ഈ ഓപ്ഷൻ ഓക്കെ, ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് വാലറ്റ് എന്ന് കൊടുക്കാം. യെസ് എന്ന് കൊടുക്കാം. ക്രിയേറ്റിംഗ് യുവർ വാലറ്റ്. ഇത്ര ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് വാലറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ഈ വാലറ്റ് വേറൊരു മൊബൈലിലോ അല്ലെങ്കിൽ വേറെ ഒരു കമ്പ്യൂട്ടറിലോ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സീഡ് ഫ്രൈസ് ഉപയോഗിച്ചിട്ടാണ് ഇനി അതിലോട്ട് ലോഗിൻ ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഷോ പ്രൈവറ്റ് കീ, അതേപോലെ തന്നെ റിവീൽ സീഡ് ഫ്രൈസ്. റിവീൽ സീഡ് ഫ്രൈസിൽ ക്ലിക്ക് ചെയ്യുക. ഈ സീഡ് ഫ്രൈസ് കോപ്പി ചെയ്യുക. നമുക്ക് ബിനാൻസിൻ്റെ സ്മാർട്ട് ചെയിനിൻ്റെ നെറ്റ്വർക്ക് ഇതിൽ കസ്റ്റമായിട്ടൊന്ന് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് പഠിക്കാം. ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക്സ് ക്ലിക്ക് ചെയ്യുക. ആഡ് നെറ്റ്വർക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ കയറും. ആ വെബ്സൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലോട്ടാണ് കയറുക. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നോക്കിയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമായിട്ട് ബിനാൻസ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത്. അടുത്തായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ കോയിൻസ്ബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറുക. 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. പാസ്വേഡ് 2 തവണ റിപ്പീറ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി ദ ടേംസ് എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ സക്സീഡഡ്. നമ്മുടെ അക്കൗണ്ട് ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൻ്റെ മെയിൽ വെരിഫിക്കേഷൻ നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും. ആ മെയിൽ വെരിഫിക്കേഷനിലൂടെ ഇതിലോട്ട് എൻ്റർ ചെയ്യുക. കൺഫേം ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്. മെയിൽ അഡ്രസ്സും പാസ്വേഡും ടൈപ്പ് ചെയ്ത് വീണ്ടും അതിൽ ലോഗിൻ ചെയ്യുക. ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ജിമെയിലിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. അക്കൗണ്ടിൽ ലോഗിൻ ആയി കഴിഞ്ഞു. ഇനി 3 ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസർ എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാം. അൺവെരിഫൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ, ആക്സെപ്റ്റ് കൊടുക്കുക. ഇത് ഫുള്ള് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇൻ്റർഫേസ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനാണ്. ബാങ്കിൻ്റെ IFSC കോഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം
പിന്നെ വരുന്ന ഇൻ്റർഫേസ് സ്ക്രീനിൽ കാണുന്ന ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആധാറിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുക, പിന്നീട് ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുക. ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് പിന്നെ ടൈപ്പ് ചെയ്യുക. പാൻ കാർഡ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. പാൻ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ coinsbit.in എന്നുള്ളതൊരു വൈറ്റ് പേപ്പറിൽ ബോൾഡായിട്ട് എഴുതിയതിന് ശേഷം നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ഇതിലേതെങ്കിലും ഒന്ന് അതിൻ്റെ കൂടെ വെച്ച് നമ്മളൊരു സെൽഫി എടുത്തിട്ട് അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ, എന്നാലേ KYC കറക്റ്റായിട്ട് വെരിഫൈഡ് ആയിട്ട് വരുള്ളൂ. വേരിഫിക്കേഷന് കൊടുത്തതിന് ശേഷം നമ്മുടെ ട്വിറ്റർ അക്കൗണ്ടിൽ കയറിയിട്ട് കോയിൻസ്ബിറ്റ് ഇന്ത്യയെ ടാഗ് ചെയ്ത് 5 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്ത് ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യുക. എയർഡ്രോപ്പ് ആയിട്ട് 4000 CIN ടോക്കൺസ് ലഭിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിനെ നമ്മുടെ റെഫറൽ ലിങ്ക് വഴി ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 5 ലെവൽസ് ആയിട്ട് അവർ നമുക്ക് CIN ടോക്കൺ തരുന്നുണ്ട്. റെഫറൽസ് വഴി കിട്ടുന്ന ഈ CIN ടോക്കൺസ് നമുക്ക് ഇവർ ഒരു പീരിയോഡിക് ടൈം വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ടോക്കൺസ് റിലീസ് ചെയ്ത് തരിക. ആ കിട്ടിയ ടോക്കൺസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് ഫീസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആകും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഐ എം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.